അത് വേണ്ട കേട്ടോ പ്രിയങ്കെ. ഇന്നലെ നിന്റെ ഭക്ഷണം മോശമായതുകൊണ്ട് ഇത് മോശമാകുന്നൊരു ചിന്ത നിനക്കുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ കഴിക്കണ്ട, ഇവരൊക്കെ കഴിച്ചിട്ട് പറയട്ടെ. സൂര്യ എങ്ങനെയുണ്ട്? സത്യം പറയാലോ കൽപ്പന, ഇത്രയും കാലം താൻ ഈ കുടുംബത്തിനോട് നല്ലൊരു പ്രവൃത്തിയാ ചെയ്തിരിക്കുന്നത്. എന്ത്? ഈ പാചകം കൊണ്ട് ഇതുവരെ അടുക്കളയ്ക്ക് കയറിയിട്ടില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. എന്തു പറ്റി മോളെ? ഉപ്പ് വരും മുളകൊന്നും പാകത്തിനില്ല. എന്തൊക്കെ കാട്ടിക്കൂട്ടിയതുപോലെ. മോളെ, അന്നം സത്യമാണ്. ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് കള്ളം പറയാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് അച്ഛൻ. പറയാതെ വയ്യല്ലോ. പ്രിയങ്കയുടെ പാചകത്തെക്കാൾ അല്പം കൂടി മോശമായിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ശരിയല്ല. പാചകത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും മോശമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്നലത്തെ മത്സരത്തിൽ കൽപ്പന ജയിച്ചു. ഇന്ന് ജയിച്ചിരിക്കുന്നത് പ്രിയങ്കയാ. നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, നാളത്തെ ഒരു ദിവസം നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. നാളെ നിങ്ങൾ മികവ് കാണിച്ചാ മതി. ശരി, നാളത്തെ ഒരു ദിവസം എനിക്കുള്ളതാ. ഇന്ന് പറഞ്ഞതൊക്കെ മാറ്റി പറയിക്കാൻ എനിക്ക് നാളത്തെ ഒരു ദിവസം മതി. കൽപ്പനയ്ക്ക് എന്തായാലും ഒരു ഗുണമുണ്ട്, തോറ്റാ പിന്നെ പരിസരത്ത് നിൽക്കില്ല. മുത്തശ്ശി, ആ മാലയൊന്ന് നന്നായിട്ട് മിനുക്കി വെച്ചോ. നാളെ എന്റെ കഴുത്തിൽ ഇട്ട് തരേണ്ടതാ. പിള്ളേരവസാനം തമ്മിൽ തല്ലു അമ്മേ. ചേച്ചി, ഷൂട്ടിംഗ് കഴിഞ്ഞോ? ആ, പാക്കപ്പായി. എന്താ? ആ, ചേച്ചി കണിമംഗലത്തേക്ക് വന്നാ മതി. അല്ല, അതെന്തിനാ? കാര്യമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ തീർന്നിട്ടില്ല. അല്ല, ഞാനങ്ങനെ വന്നാ മറ്റുള്ളവർ കാണില്ലേ? അത് നിനക്ക് പ്രശ്നാവില്ലേ? ഒരു കുഴപ്പമില്ല. ഞാനിവിടെ അച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ധൈര്യമായിട്ടെങ്കി പോര്. എടേ, ഞാൻ അമ്മയോട് ചെല്ലാന്ന് പറഞ്ഞു പോയി. അല്ല, എന്നിട്ടിനി കണിമംഗലത്തേക്ക് വരാന്ന് പറഞ്ഞ? എനിക്കതൊന്നും കേക്കണ്ട. ഇങ്ങോട്ട് എത്തിയേ പറ്റൂ. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യണമെന്ന്. ആ, പ്രിയേ. ഹലോ ഹലോ, എന്താടോ? പ്രിയ എന്നോട് കണിമംഗലത്തേക്ക് ചെല്ലാൻ. നല്ല കാര്യമല്ലേ? താൻ ഒന്ന് വണ്ടി കയറാം, നമുക്ക് പോവാം. അല്ലാതെ ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? വിളിച്ചത് തന്റെ അനിയത്തിയല്ലേ? അപ്പോ തന്നെ കൊണ്ടുപോയി കണിമംഗലത്ത് നിർത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വ. വണ്ടി കയറാം. അല്ല വരുൺ, എനിക്കൊന്നും കേൾക്കണ്ട. താൻ എന്റെ കൂടെ വരുന്നു, നമ്മൾ കണിമംഗലത്തേക്ക് ചെന്നിറങ്ങുന്നു. കേറങ്ങോട്ട് വാ. വേനൽ മഴ കിട്ടുന്ന പോലെ വല്ലപ്പോഴും ഒരു സന്തോഷം മനുഷ്യന് കിട്ടുന്നത്. അതിനിടയിൽ എതിര് പറഞ്ഞോണ്ടല്ലോ. എന്ത്? ആ, എനിക്ക് ഈ കുടുംബത്തിലെ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യം അറിയണമെങ്കിൽ രാധിക മോൾ ഇവിടെ വന്ന് കയറണം. അതെ അതെ, ഇയാൾ എവിടെ ചെന്നാലും നല്ല പേരല്ലേ. അവിടെ ചെന്ന് എന്താ കാണിച്ചു കൂട്ടുന്നത്? സംവിധാനം ഹീറോ ഒക്കെ ഞെട്ടിയിരിക്കല്ലേ മുത്തശ്ശി. അവര് പറഞ്ഞു തരുന്ന പോലെ ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. അത് വിനയം. ഓ,
ഉം. ചേച്ചി ചേച്ചി രാധിക മോളെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ച് പ്രിയങ്ക മോളെ എന്നോടും പരമേശ്വരനോടും സംസാരിച്ചപ്പോ എന്താ കാര്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് സ്നേഹമുള്ളവര് തമ്മില്. കണ്ടു പഠിക്ക്. ശരി മുത്തശ്ശി, കണ്ടു പഠിക്കേണ്ടത് കണ്ടു പഠിക്കുകയും ചെയ്യാം, കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കുകയും ചെയ്യാം. വാ ചെറിയമ്മേ. മുത്തശ്ശി, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആർക്കറിയാം. ഇവളുടെയൊക്കെ സംസാരം കേട്ട് അതിന്റെ പിറകെ നടക്കാൻ തുടങ്ങിയാലേ അതിനെ നേരം ഉണ്ടാവും. മക്കളകത്തേക്ക് ചെല്ല. ശരി മുത്തശ്ശി, വാ ചേച്ചി. എങ്ങനെയുണ്ട് ഓൾഡ് ജനറേഷൻ ബുദ്ധി? രാജതന്ത്രമല്ലേ, എന്നെ കൊണ്ട് ഒപ്പം പിടിക്കാൻ പറ്റുമോ? എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്തിന്? ഞാൻ കാണണമെന്ന് വിചാരിക്കുമ്പോ തന്നെ അയാളിവിടെ എത്തിക്കുന്നതിന്. നിന്റെ കൂട്ടുകാരാരെങ്കിലും ചെയ്യുന്ന പണിയാ മുത്തശ്ശിയായ ഞാൻ ചെയ്യുന്നു.